നമസ്കാരം, ഞാൻ ശ്രുതിനിധി. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നമ്മളെ കാണുന്നുണ്ടാവുക. ഇതുവരെ നമ്മൾ കാണിച്ചിട്ടുള്ള നമ്മുടെ ഫേസ് ഒന്നും കാണിച്ചിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കുറുമക്കറിയാണ്. ഒരു വൈറ്റ് കുറുമയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ കാവ്യ പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാവ്യ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് കുറുമക്കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും പിന്നെ മാത്രമല്ല കുറുമക്കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി നമ്മളിത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമക്കറിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കാൻ നോക്കിയാലോ? വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമ്മൾ ഈ കുറുമക്കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് കുക്കർ ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ മറ്റേത് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലോട്ട് ഒരു 4 ഈ വലുപ്പത്തിലുള്ള ചെറിയ കറുവപ്പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ബേ ലീഫ് 2 കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 6 കരയാമ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം അങ്ങനെ സ്പൈസസിൻ്റെ ഒക്കെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ മണം വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ. പച്ചമുളക് ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ഈ സവാള ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആകുമ്പോൾ സവാള ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ കുക്കറിലൊക്കെ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പച്ചക്കറി വേവിക്കാനൊക്കെ സെപ്പറേറ്റ് സമയമൊന്നും എടുക്കണില്ല. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 മിനിറ്റോളം തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്, കാരണം ഇത് പെട്ടെന്ന് അടിയെ പിടിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ തക്കാളി ഒന്ന് വാടി ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പച്ചക്കറികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ് ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇത് 3 കൂടിയിട്ട് നമ്മൾ 2 കപ്പ് പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചക്കറികൾക്കൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇതിന് പകരം അതായത് ക്യാരറ്റിന് പകരമോ അല്ലെങ്കിൽ ബീൻസിന് പകരം നിങ്ങൾക്ക് കോളിഫ്ലവർ ഒക്കെ എടുക്കാം. ഉരുളക്കിഴങ്ങ് എന്തായാലും എടുക്കാൻ നോക്കുക. പിന്നെ വേണമെങ്കിൽ ഗ്രീൻ ബീൻസ് ചേർക്കണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതെടുക്കുകയാണെങ്കിലും ഏകദേശം ഒരു 2 കപ്പോളം പച്ചക്കറികളോ എടുത്താൽ മതി. ഞാനൊരു കറക്റ്റ് അളവ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കപ്പിൻ്റെ ഒരു അളവ് പറഞ്ഞത്. അപ്പോൾ കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ഇതിനായാലും എടുക്കാം. അതായത് ഏകദേശം നമ്മളൊരു ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതിൽ ഒരു 2 ഗ്ലാസ് പച്ചക്കറികൾ എടുത്താൽ മതിയാവും. ഈ പച്ചക്കറികളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചക്കറികൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ 2 മിനിറ്റോളം ഈ പച്ചക്കറികളൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. പച്ചക്കറി അളന്ന കപ്പിൽ തന്നെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാ വാട്ടർ കേട്ടോ, അല്ലാണ്ട് തിളച്ച വെള്ളമൊന്നുമല്ല, സാധാ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് ഇളക്കി എല്ലായിടത്തും ആ പച്ചക്കറികളൊക്കെ ഒന്ന് ആ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക. കുക്കർ അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ആ കുക്കറിൽ ഫുൾ പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം കുക്കർ തുറന്നെടുക്കുക. അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലായിട്ടുള്ള ഒരു അരപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാർ എടുക്കുക.
അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 കപ്പ് നാളികേരം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിന്റെ അളവെന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂണും പിന്നെ അതിന്റെ പകുതിയും കൂടി പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നമ്മൾ മുഴുവനായിട്ട് എടുക്കണില്ല, അതിൽ നിന്ന് കുറച്ച് കുറവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടീസ്പൂണും ടേബിൾ സ്പൂണിന്റെ അളവൊക്കെ ഒന്ന് തെറ്റാണ്ടിരിക്കാൻ നോക്കുക. 3 ടീസ്പൂൺ എന്ന് പറയുന്നത് കേട്ടോ, 1 ടേബിൾ സ്പൂൺ. ഇനി ഇതിലോട്ട് ഈ വലിപ്പത്തിലുള്ള ഒരു 8 കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കുറുമക്കറി ഉണ്ടാക്കാറുണ്ടോ? അതായത് പൊട്ടുകടലയും അണ്ടിപ്പരിപ്പൊക്കെ കൂടി ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിലാണ് ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇനി ഇത് അരയ്ക്കാനായിട്ട് എത്രത്തോളം വെള്ളം ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, അത് പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. നമ്മളിവിടെ ഈ വലുപ്പത്തിലുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് അതിൽ ഫുൾ പ്രഷർ മാറിയതിന് ശേഷം ഇതേ ഇപ്പോൾ കുക്കർ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം വെള്ളമൊക്കെ ഉള്ളൂ. ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ല, അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പും കൂടി ഉണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുക്കറിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച ചൂട് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മളിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ കുറുമക്കറി ഇപ്പം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിലും ഇത് ഇരുന്നൊന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള കുറുമക്കറി വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, ചൂടുവെള്ളം, ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് 1 കപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് 1.5 കപ്പോളൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കറക്റ്റ് ഉപ്പാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില എന്തായാലും ചേർക്കണം കേട്ടോ. മല്ലിയില ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു കൈപ്പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 4 തൊട്ട് 5 മിനിറ്റ് വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുറുമക്കറി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൽ ടേസ്റ്റ് കൂടാനായിട്ട്, ഈ കുറുമക്കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും പൊട്ടുകടയിലും ഒക്കെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അത് അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി നോക്കാനായിട്ട് ഒരു പ്രചോദനമായിരിക്കും. പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി വേണമെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മറ്റു റിക്വസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.